നമസ്കാരം. വിജയനെ കള്ളൻ എന്ന് പറയരുത്, അകത്താക്കും. പാർട്ടിയും നാട്ടുകാരും പുറത്താക്കിയ നേതാവാണത്. ഒടുവിൽ വിവാദ ലേഖനം ഒഴിവാക്കി ദേശാഭിമാനി വാരാന്തപ്പതിപ്പ് പുറത്തിറങ്ങി. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതാ വരുന്നു മറ്റൊരു വിജയൻ. ആ വിജയൻ ആരാന്നറിയാമോ? നാടക പ്രവർത്തകനായിട്ടുള്ള വിജയൻ. ലേഖനത്തിനായിട്ട് ദേശാഭിമാനി ലേഖകൻ തൻ്റെ അടുത്ത് വന്നിരുന്നുവെന്നും വിവരങ്ങൾ ശേഖരിച്ച കൂട്ടത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോ നൽകിയിരുന്നുവെന്നും നാടക ആചാര്യൻ വിജയൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. അതോടുകൂടി ദേശാഭിമാനി റെസിഡൻ്റ് എഡിറ്റർ എം സ്വരാജിൻ്റെ വാദം പൊളിഞ്ഞടുങ്ങി. പിന്നെ വിവാദമായത് പാർട്ടി അന്വേഷിക്കുമെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം അന്വേഷിക്കാൻ പാർട്ടി തീരുമാനിക്കുമെന്നും. എന്തൊക്കെ പുകിലാണ്! ഒരു പാർട്ടിയും പാർട്ടി പത്രവും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാം കൂടി ചേർന്ന് പൊളിച്ചടുക്കുകയാണ് ഒരു പാർട്ടിയെ. വലിയ രാഷ്ട്രീയ മാധ്യമ വിവാദങ്ങൾക്ക് വഴിമാറിയ ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് ഒടുവിൽ പുറത്തിറങ്ങുമ്പോൾ എഡിറ്റോറിയൽ ഭിന്നതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ തുടർന്ന് അച്ചടി നിർത്തിവെച്ച സപ്ലിമെൻ്റാണ് വിവാദമായ കള്ളൻ വിജയൻ എന്ന ലേഖനം പൂർണ്ണമായി ഒഴിവാക്കി ഒടുവിൽ വായനക്കാരിലേക്ക് എത്തിച്ചിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളോടെയാണ് പുതിയ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് കഴിഞ്ഞ ദിവസം വാരാന്ത്യപ്പതിപ്പ് പുറത്തിറക്കാതിരുന്നത് എന്നാണ് ദേശാഭിമാനി നൽകുന്ന ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇതിന് പിന്നിലെ ആഭ്യന്തര തർക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വി എസിൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ് സെക്രട്ടറി കെ വി സുധാകരൻ എഴുതിയ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന കവർ സ്റ്റോറിയാണ് വാരാന്ത്യപ്പതിപ്പിൻ്റെ 1ാം പേജിലുള്ളത്. എന്നാൽ ഇതേ സപ്ലിമെൻറ്റിൻ്റെ മറ്റൊരു പേജിൽ വരാനിരുന്ന മറ്റൊരു ലേഖനത്തിൻ്റെ തലക്കെട്ടാണ് പാർട്ടി പത്രത്തിനുള്ളിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമായത്. പുല്ലാമ്പാറയിലെ പ്രശസ്ത നാടക പ്രവർത്തകനായ വിജയനെക്കുറിച്ചുള്ള കള്ളൻ വിജയൻ ധന്യ നാടകഗ്രാമം മുത്തിപ്പാറ പി ഒ എന്ന ലേഖനമായിരുന്നു അത്. 1ാം പേജിൽ വി എസ് അച്യുതാനന്ദൻ്റെ ചിത്രവും ഓർമ്മയും, അവസാന പേജിൽ വലിയ അക്ഷരത്തിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടും. ഇങ്ങനെ വരുന്നത് രാഷ്ട്രീയമായി തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുമെന്ന് എഡിറ്റോറിയൽ വിഭാഗത്തിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഇതേ ചൊല്ലി ഉണ്ടായ കടുത്ത തർക്കത്തിനൊടുവിലാണ് സപ്ലിമെൻ്റ് തന്നെ അടിയന്തരമായി മാറ്റിവെക്കുവാൻ തീരുമാനമെടുക്കുന്നത്. കള്ളൻ വിജയൻ എന്ന ലേഖനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദേശാഭിമാനിയിൽ സ്ഥിര ജോലിയുള്ളവർ അല്ല ആ ലേഖനം എഴുതിയത്. ഇത് CPM അന്വേഷിക്കുമെന്നും അതേസമയം കള്ളൻ വിജയനെക്കുറിച്ച് അങ്ങനെ ഒരു ലേഖനം ദേശാഭിമാനി തയ്യാറാക്കിയിട്ടേ ഇല്ല എന്നായിരുന്നു റെസിഡൻ്റ് എഡിറ്ററായിട്ടുള്ള എം സ്വരാജിൻ്റെ വിശദീകരണം. നാടക കഥകൾ കള്ളമാണ് എന്നും സാങ്കേതിക കാരണങ്ങളാലാണ് സപ്ലിമെൻ്റ് വൈകിയത് എന്നുമാണ് സ്വരാജ് വാദിച്ചത്. എന്നാൽ ഈ വാദം പൂർണ്ണമായിട്ട് തള്ളി നാടക പ്രവർത്തകനായിട്ടുള്ള വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തി. ലേഖനത്തിനായിട്ട് ദേശാഭിമാനി ലേഖകൻ തൻ്റെ അടുത്ത് വന്നിരുന്നുവെന്നും വിവരങ്ങൾ ശേഖരിച്ച കൂട്ടത്തിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഗ്രൂപ്പ് ഫോട്ടോ നൽകിയിരുന്നുവെന്നും വിജയൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ലേഖനം പ്രസിദ്ധീകരിക്കുമെന്നാണ് തന്നോട് പറഞ്ഞിരുന്നതെന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ല എന്നും വിജയൻ വ്യക്തമാക്കിയതോടെ ദേശാഭിമാനി നേതൃത്വം പ്രതിരോധത്തിലായി. വി എസിനെ പാർട്ടി പത്രം തമസ്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും വിവാദം ഏറ്റെടുത്തതോടെയാണ് അടിയന്തര തിരുത്തലുകളോടെ വാരാന്ത്യപ്പതിപ്പ് പുറത്തിറക്കാൻ ദേശാഭിമാനി തയ്യാറായതുപോലും. പുതിയ പതിപ്പിൻ്റെ 1ാം പേജിലും അവസാന പേജിലും വി എസ് അനുസ്മരണ കുറിപ്പുകൾ തന്നെയാണ് ഇടം പിടിച്ചിട്ടുള്ളത്. വിവാദമായ കള്ളൻ വിജയൻ ലേഖനം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെങ്കിലും പത്രത്തിനകത്തുണ്ടായ ഈ എഡിറ്റോറിയൽ വീഴ്ചയെക്കുറിച്ച് ദേശാഭിമാനി ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. CPM നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. വി എസിൻ്റെ ഓർമ്മ പതിപ്പിൽ മനഃപൂർവ്വം കള്ളൻ വിജയൻ എന്ന ലേഖനം ഉൾപ്പെടുത്തുവാൻ നീക്കമുണ്ടായോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഒരേ സമയം വി എസ് അച്യുതാനന്ദനെ പുകഴ്ത്തുകയും വിജയനെ ഇകഴ്ത്തുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ വായനക്കാരിലുണ്ടായേക്കാം. ഈ പറയുന്ന കള്ളൻ വിജയൻ നാടക പ്രവർത്തകനായ വിജയനെക്കുറിച്ചാണ് എങ്കിൽ കൂടിയും വിജയൻ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ മറ്റൊരു വിജയനെക്കുറിച്ച് ഓർമ്മ വന്നാൽ അത് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ വിജയനെ നിങ്ങൾ കള്ളൻ എന്ന് പറയരുത്, നിങ്ങളെ അകത്താക്കും. പാർട്ടിയും നാട്ടുകാരും പുറത്താക്കിയ നേതാവായിട്ട് കൂടിയും അദ്ദേഹത്തിന് ഇന്നും രോമാഞ്ചം പുളകിതനാകുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരുപാട് അണികൾ ബാക്കിയുണ്ട് എന്ന് മറന്നു പോകരുത്. അവസാനമാണ് ഈ ലേഖനം ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പ് പുറത്തിറക്കി രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദേശാഭിമാനി നിൽക്കുമ്പോൾ വിജയൻ തിരികെ എത്തുന്നതും നാടക പ്രവർത്തകനായ വിജയൻ്റെ വെളിപ്പെടുത്തലുകളും ദേശാഭിമാനിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് പാർട്ടി തന്നെ അന്വേഷിക്കും, തക്കതായ ശിക്ഷയും ലഭിക്കും.